മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇനി ഞാൻ ഭാഗവത സപ്താഹവേദിയിലെ കിടങ്ങൂരല്ല, സരസ്വതി ക്ഷേത്രം പനച്ചിക്കാട് രാമായണം അതിലെ കുടുംബജീവിത സന്ദേശത്തെക്കുറിച്ചാണ് ക്ലാസ് എടുത്തത്. ഞാൻ എല്ലാവരോടും പറഞ്ഞു, പനച്ചിക്കാട് ദേവീക്ഷേത്രത്തിലെ ഹിന്ദുമത സമ്മേളനത്തിൽ നല്ല ഒരു സദസ്സുണ്ടായിരുന്നു. അപ്പോൾ വിഷയം കൊടുത്തത് രാമായണവും കുടുംബജീവിതവും, രാമായണത്തിലെ കുടുംബജീവിത സന്ദേശം. രാമായണത്തിലെ കുടുംബജീവിതം അറിയണമെങ്കിൽ ശരിക്ക് ഒരു കുടുംബത്തിൻ്റെ മാത്രം പുറത്തേക്ക് എടുക്കാം. ദശരഥന്റെ കുടുംബം, അതിൽ ദശരഥന് 3 ഭാര്യമാരാണ്. ആദ്യത്തെ ഭാര്യയിൽ കുട്ടി ജനിച്ചില്ല എന്നുള്ളത് കൊണ്ട് രണ്ടാമത് വിവാഹം കഴിച്ചു, പിന്നെ 3ാമത് വിവാഹം കഴിച്ചു. അപ്പോൾ ദശരഥന്റെ 3 ഭാര്യമാര്, ദശരഥന്റെ 4 മക്കള്, ആ ദശരഥനുമായിട്ട് ബന്ധപ്പെട്ട കുടുംബത്തിലെ ജീവിതത്തിൽ എന്തെല്ലാം നന്മ നിറഞ്ഞ വ്യക്തികൾ ചെയ്തു പറഞ്ഞു, അതിൻ്റെ പരിണിത ഫലം എന്ത്? അതിനകത്ത് തിന്മ നിറഞ്ഞ വ്യക്തികളുണ്ടെങ്കിൽ അവരെന്തെല്ലാം പറഞ്ഞു, എന്തെല്ലാം ചെയ്തു, അതിൻ്റെ പരിണിത ഫലം എന്ത്? അതേപോലെ തന്നെ ബാലി സുഗ്രീവന്മാരുടെ കുടുംബം, സഹോദരന്മാരാണ് അവര്. ആ സഹോദര ബന്ധത്തിൽ വിള്ളൽ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഇപ്പുറത്ത് രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ സഹോദരന്മാരാണ്. അവരുടെ സഹോദര ബന്ധം ഏത് രീതിയിൽ നിലനിന്നു? രാമനും സീതയും തമ്മിലുള്ള ഭാര്യാഭർത്തൃ ബന്ധം ഏത് രീതിയിൽ നിലനിന്നു? അവരുടെ ജീവിതത്തിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ, ജീവിച്ച് കാണിച്ചു തന്ന കാര്യങ്ങൾ നമുക്കെങ്ങനെ പ്രയോജനപ്പെടുത്താം? ലക്ഷ്മണനും ഊർമിളയും അവരുടെ ഭാര്യാഭർത്തൃ ബന്ധം നമ്മുടെ ജീവിതത്തിൽ എത്ര വെളിച്ചം പകരും? അവർ ചെയ്ത നന്മകൾ നമുക്ക് പ്രയോജിക്കാൻ സാധിക്കുമോ? അവരുടെ ജീവിതത്തിലെ തിന്മകൾ നമ്മളുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ സാധിക്കുമോ? അതേപോലെ ഭരതൻ, പിന്നെ ശത്രുഘ്നൻ, അവരുടെ കുടുംബജീവിതം, ദശരഥന്റെ ഭാര്യാഭർത്തൃ ബന്ധം, ആ 3 ഭാര്യമാരുടെ തമ്മിലുള്ള പെരുമാറ്റം, അതിലെ നന്മ തിന്മ, അതിലെ ഒരാളായിട്ടുള്ള കൈകേയിയുടെ സ്വാർത്ഥത, ആ കൈകേയിയിൽ അങ്ങനെ ഒരു സ്വഭാവം വരാൻ കാരണം എന്താ? തിരിച്ച് വീണ്ടും ഇപ്പുറത്തേക്ക് വരിക. ബാലിയും സുഗ്രീവനും തമ്മിൽ എന്തായിരുന്നു പ്രശ്നം? ആ പ്രശ്നത്തിൽ ഭാര്യ മരിക്കാൻ കാരണം എന്തായിരുന്നു? ബാലിയുടെ മരണത്തെക്കുറിച്ച് ഭാര്യ ഉത്തര എന്താണ് പറഞ്ഞത്? ഉത്തരയല്ല, താര എന്താണ് പറഞ്ഞത്? ആ മരിച്ചുകൊണ്ടിരിക്കുന്ന ബാലിയുടെ മുമ്പിൽ നിൽക്കുന്ന ബാലിയുടെ മകൻ അംഗദനോട് താര എന്താ പറഞ്ഞത്? ആ വരികളെല്ലാം ഒരു കുടുംബ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് നോക്കാം. 3ാമത്തെ കുടുംബജീവിതം രാവണന്റെ വ്യക്തിത്വം എന്തായിരുന്നു? രാവണനും മണ്ഡോദരിയും തമ്മിലുള്ള ബന്ധം, ഭാര്യാഭർത്തൃ ബന്ധം, രാവണനും കുംഭകർണനും തമ്മിലുള്ള ബന്ധം, സഹോദര ബന്ധം, രാവണനും വിഭീഷണനും തമ്മിലുള്ള ബന്ധം, സഹോദര ബന്ധം, രാവണനും രാവണന്റെ മകൻ മേഘനാഥൻ അല്ലെങ്കിൽ ഇന്ദ്രജിത്ത് അവർ തമ്മിലുള്ള ബന്ധം, അച്ഛനും മകനും തമ്മിൽ വെറുതെ ഒന്ന് വിശകലനം ചെയ്ത് നോക്കാം. അതിലെ നന്മ ചെയ്തവർക്ക് എന്ത് പറ്റി? അതിലെ തിന്മയിലൂടെ പോയവർക്ക് എന്ത് പറ്റി? ഇങ്ങനെ ഒന്ന് വിശകലനം ചെയ്ത് നോക്കാം. പുരാണത്തിനെ കുറിച്ച് ഞാൻ ഇന്നലെയോ മിനിഞ്ഞാന്നോ പറയുകയുണ്ടായി. പുരാണത്തിലെ കഥകളാണ്. പുരാണത്തിലെ കഥകളിലെ ആ കഥയിൽ നിന്നൊരു സന്ദേശം എടുക്കാനുണ്ട്. 1, പുരാണത്തിലെ കഥയിലെ കഥാപാത്രങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സന്ദേശം എടുക്കാനുണ്ട്. 2, കഥാപാത്രങ്ങൾ പരസ്പരം കൊടുക്കുന്ന ഉപദേശങ്ങൾ ജീവിതത്തിൽ നമുക്ക് പകർത്താനുണ്ട്. 3, ഇപ്പൊ കഥയിലെ സന്ദേശം, കഥാപാത്രങ്ങളുടെ ജീവിതത്തിലെ സന്ദേശം, കഥാപാത്രങ്ങൾ പരസ്പരം കൊടുക്കുന്ന ഉപദേശങ്ങളിൽ നിന്ന് എടുക്കേണ്ട സന്ദേശം, ഇങ്ങനെ 3 എണ്ണാണ് പുരാണത്തിലുള്ളത്. അതേസമയത്ത് രാമായണത്തിൽ നമുക്കുള്ളത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലെ നന്മ തിന്മകളിൽ നിന്നെടുക്കേണ്ട, അനുഭവത്തിൽ നിന്നെടുക്കേണ്ട സന്ദേശം, അവര് പരസ്പരം കൊടുക്കുന്ന ഉപദേശങ്ങളിൽ നിന്നെടുക്കേണ്ട സന്ദേശം. 2 എണ്ണേ ഉള്ളൂ. ഇവിടെ കഥയില്ല. രാമായണത്തിൽ കഥയില്ല. രാമൻ ലക്ഷ്മണന് കൊടുക്കുന്ന ഉപദേശമുണ്ട്. രാമന്റെ ജീവിതാനുഭവങ്ങള്, ലക്ഷ്മണന്റെ ജീവിതാനുഭവങ്ങള്,
രാമായണത്തിലെ പ്രധാനപ്പെട്ട 20 വ്യക്തികളുടെ ജീവിതാനുഭവങ്ങൾ ഒരു വശത്ത്, അവരിൽ ഒരാൾ മറ്റേയാൾക്ക് കൊടുക്കുന്ന ഉപദേശങ്ങൾ. രാമൻ ഭരതന് കൊടുക്കുന്ന ഉപദേശം, താര അംഗദന് കൊടുക്കുന്ന ഉപദേശം, മണ്ഡോദരി രാവണന് കൊടുക്കുന്ന ഉപദേശം, വിഭീഷണൻ രാവണന് കൊടുക്കുന്ന ഉപദേശം, വിഭീഷണൻ സമൂഹത്തിന് കൊടുക്കുന്ന ഉപദേശം, എല്ലാം എടുത്തു നോക്കും. ഉപദേശങ്ങളുണ്ട്, അതിനകത്ത് കഥകളില്ല. അപ്പൊ പുരാണങ്ങളിലും 3 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കഥകള്, കഥാപാത്രങ്ങളുടെ അനുഭവങ്ങള്, കഥാപാത്രങ്ങൾ തമ്മിൽ കൊടുക്കുന്ന ഉപദേശങ്ങള്. ഇതിഹാസത്തില് പാണ്ഡവരുടെയും കൗരവരുടെയും കാര്യത്തിലും പ്ലസ് രാമന്റെ കാര്യത്തിലും ഓരോ വ്യക്തിയുടെയും ജീവിതാനുഭവങ്ങള്, അവര് പരസ്പരം ആവശ്യത്തിന് കൊടുക്കുന്ന ഉപദേശങ്ങൾ, 2 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അത് അവര് ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ട് ഒരു പ്രയോജനം ഇല്ല. ഇനി ചർച്ച ചെയ്തത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായാലും അത് ജീവിതത്തിൽ പകർത്താനാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ നല്ലതാണ്. അതല്ലാതെ ഒരു ജഡ്ജിയെ പോലെ വിധി കൽപ്പിക്കാനാണെങ്കിൽ അങ്ങനെ വിധി കൽപ്പിച്ചുകൊണ്ട് ഒരു പ്രയോജനം ഇല്ല. പണ്ടത്തെ കാര്യമാണ്. ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യക്കാരെ ടോർച്ചർ ചെയ്തതിൽ പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രയോജനമില്ല. ശക്തിയായിട്ട് പ്രതികരിക്കാം, ഇതൊക്കെ ചെയ്യാമെന്നല്ലാതെ ആ പണ്ട് നടന്നതിനെ ഇറേസ് ഓഫ് ചെയ്യാൻ സാധ്യമല്ല. അതിനെക്കുറിച്ച് വേണമെങ്കിൽ ചർച്ച ചെയ്യാം. സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പഠിക്കാം, ആവേശകരമായ രീതിയിൽ കൊള്ളാം. അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഇന്നും കുറച്ചൊക്കെ റിലവൻ്റ് ആയതുകൊണ്ട്. പക്ഷേ രാമായണത്തിലും മഹാഭാരതത്തിലും പുരാണത്തിലും നടന്നത് ശരിയാണോ എന്ന് ചോദിച്ചിട്ട് ചർച്ച ചെയ്തിട്ട് ശരിയാണെന്ന് ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞത് നിങ്ങൾ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ പ്രയോജനമുണ്ട്. അപ്പോൾ ശരിക്കും പുരാണത്തിൽ നിന്ന് പഠിക്കാനുള്ളത് 3 കാര്യങ്ങൾ, ഇതിഹാസത്തിൽ നിന്ന് പഠിക്കാനുള്ളത് 2 കാര്യങ്ങൾ. ഒന്ന് ഇതിഹാസത്തിലെ ചരിത്ര പുരുഷന്മാരുടെ ജീവിതാനുഭവങ്ങൾ, ചരിത്ര പുരുഷന്മാർ പരസ്പരം കൊടുക്കുന്ന ഉപദേശങ്ങൾ. ഇത് പഠിക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.